ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഞാനും അരുണേട്ടനും മോളും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞ് വ്ളോഗ് എടുത്തത്. ആക്ച്വലി വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ച് പോയതൊന്നല്ല, പക്ഷേ എന്നാലും അവിടെ എത്തിയപ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അരുണേട്ടൻ ഫുള്ള് തിരക്കിലായിരുന്നു. ഇന്നലെ രാവിലെ ആളെത്തിയിട്ടേ ഉള്ളൂ കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്ന് കണ്ണടച്ചൊന്ന് കണ്ടോട്ടെ എൻ്റെ ഹസ്ബൻഡിനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നലെ പാവത്തിനെ പിടിച്ച് നിർത്തിയാണ് കേട്ടോ. എന്നാലും ഒരുപാട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പിടിച്ച് നിർത്തിയത് കൊണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ടും അന്ന് രാത്രി എന്നെയും കൊണ്ട് പുറത്തേക്കും കൂടെ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ, പാവം അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് മരുന്നിടുന്ന പ്രത്യേക ഒരു നൊസ്റ്റു അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ ഹൽദി സെലിബ്രേഷൻ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നടന്നിട്ടുള്ളത്, ഇവിടെ റിസോർട്ടിൽ വെച്ചിട്ട്. പിന്നെ ഈ ഒരു ഹൗസ് ബോട്ടല്ല, അവർ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ലൊരു അടിപൊളി ഹൗസ് ബോട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഹൗസ് ബോട്ടിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മോശം ഹൗസ് ബോട്ട് നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഇപ്പോൾ ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വരികയാണ് കേട്ടോ. പോളോപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും. എൻ്റെ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ ഒരെണ്ണൊക്കെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോകാറുണ്ട്. കാരണം നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലമുള്ളപ്പോൾ നമ്മളത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ അതിനുശേഷം ഞങ്ങളിതാ വരുന്ന വഴിക്ക്, ഇതും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, ബിഗ് ബൈറ്റ് എന്ന് പറയുന്നൊരു ഷോപ്പ്. ഇവരധികമായിട്ടില്ല കേട്ടോ തുടങ്ങിയിട്ട്. പക്ഷെ എന്നാലും നല്ല ഫുഡാണ് കേട്ടോ. ഫാസ്റ്റ് ഫുഡ് ഐറ്റംസാണ്, അത്ര നല്ലതൊന്നുമില്ല എന്നറിയാം. പക്ഷേ എന്നാലും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നുണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവരവിടെ പാക്ക് ചെയ്യാണ്. പിന്നെ അത്ര വലിയ ഷോപ്പൊന്നുമല്ല, പക്ഷേ എന്നാലും നോർമൽ ഒരു ഷോപ്പാണെങ്കിൽ കൂടെ നല്ല ഫുഡാണ് കേട്ടോ. എനിക്കിതുവരെ വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. കണ്ടില്ലേ ഷവായ എങ്ങനെ കിടക്കുന്നത്. ഞാൻ അരുണേട്ടനോട് ചോദിച്ചത് എന്താ കറങ്ങാത്തതെന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഇനി ഞാൻ ചോദിച്ചത് അയാൾ കേട്ടിട്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ തന്നെ അവർ കറക്കാൻ തുടങ്ങി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചോദിച്ചത് കേട്ടിട്ടൊന്നുമല്ല, അത് നമുക്ക് അവർ പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ഷവായ. അതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് കറക്കിയതാണ് കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇത് കണ്ടപ്പോൾ എനിക്ക് അരുണേട്ടന് എന്തോ പ്രത്യേകത തോന്നിയിട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എവിടെയോ കണ്ട് പരിചയം തോന്നില്ല ആ ഒരു കളർ കോമ്പിനേഷൻ, അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ നല്ല പൂളയും നല്ല ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാദ്യം തന്നെ അത് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വീഡിയോയിലൊന്നും പറയാനൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരാനുമില്ല. ഒരു കുഞ്ഞു വ്ളോഗ്, ഒരു നൈറ്റ് വ്ളോഗ് അത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ നല്ല പൂളയും ബീഫും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാദ്യം കഴിച്ചതിന് ശേഷമാവാം നമ്മൾ വാങ്ങിയിട്ടുള്ള ഐറ്റം എന്ന് വിചാരിച്ചു കേട്ടോ. അരുണേട്ടൻ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അരുണേട്ടൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് അരുണേട്ടനെ കൂടെ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വ്ളോഗ് കാണുമ്പോഴായിരിക്കും അരുണേട്ടൻ അറിയുക. അപ്പോൾ അവിടെ ഇരുന്നിട്ട് സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോയിൽ വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഷവർമ കഴിക്കുകയാണ് കേട്ടോ. ഷവർമ കഴിക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന സമയത്ത് ഒരു റോളും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴൊന്നും ഇതിനൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷേ വല്ലപ്പോഴും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നല്ല സ്ഥലത്തുനിന്ന് വാങ്ങാൻ ശ്രമിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗാണ്, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.